ആരോഗ്യവാണി. ആരോഗ്യവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ EK. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ അടുത്ത കാലത്തായി സമൂഹത്തെ ഭീതിയിലാഴ്ത്തി പല പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അസുഖങ്ങളാണ് മഞ്ഞപ്പിത്തവും മംസും. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് ഔട്ട്ബ്രേക്ക്, കുറച്ച് സ്ഥലത്തായിട്ട് കേരളത്തിലെ പല ഭാഗത്തായിട്ട് തന്നെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം, എ ടൈപ്പ് മഞ്ഞപ്പിത്തം. പിന്നെ മംസിൻ്റെ കാര്യം, മംസും അതുപോലെ തന്നെയാണ്. കുറേ കാലമായിട്ട് ഒരുവിധം സൈലൻ്റായി നിന്നിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട്, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ടൈമിൽ ഈ മംസ് സ്കൂളുകൾ വഴി വല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വഴി. കാരണം സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരാൾക്ക് മംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു പലർക്കും പകരുന്നു. പല സ്കൂളുകളിലും പല ക്ലാസ്സുകളും അടച്ചിടേണ്ട സ്ഥിതി വരെ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള ഔട്ട്ബ്രേക്കുകൾ മംസിലും അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തം എ ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് എ അതിലും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മഞ്ഞപ്പിത്തം പൊതുവേ ഒരു വളരെ മൈൽഡായിട്ടുള്ള രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. മഞ്ഞപ്പിത്തം എ ടൈപ്പ്, പല ടൈപ്പുണ്ട്, ABCD ടൈപ്പുകളുണ്ട്. അതിൽ ഈ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത്. അപ്പോൾ തീർച്ചയായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട, അല്ലെങ്കിൽ ശുചിത്വം പാലിച്ചാൽ ഒരു പരിധിവരെ തടയാവുന്ന ഒരു രോഗമാണ്. അത് വെള്ളത്തിലൂടെയാണ്, പൊതുവേ പല സ്ഥലത്തും വെള്ളത്തിലൂടെയാണ് പഠനമായിട്ട് പറയപ്പെടുന്നത്. അതിൽ ചിലർക്ക് മരണവും സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇത് വരുമ്പോൾ അതിൽ അപൂർവമായിട്ടെങ്കിലും മരണം സംഭവിക്കും. മരണത്തിൻ്റെ കാര്യം പറയുമ്പോഴും പണ്ട് നമ്മൾ അറിഞ്ഞതിനേക്കാളും കൂടുതൽ മരണം ഈ ഇപ്പോഴത്തെ ഔട്ട്ബ്രേക്കിൽ സംഭവിച്ചതായിട്ടാണ് പല ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ ഇടയിലും അപൂർവമായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. വലിയ ആൾക്കാരുടെ ഇതിലും സംഭവിച്ചിട്ടുണ്ട് മരണം. അപ്പോൾ തീർച്ചയായും വെള്ളത്തിൻ്റെ ശുചിത്വം, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയിട്ട് കുടിക്കുക, ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് ശുചിയായിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ആണ് നമ്മൾ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹോട്ടൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഹോട്ടൽ നടത്തുന്നവരും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഭക്ഷണം കൊടുക്കുന്നത് വളരെ ശുചിയായിട്ടുള്ള, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം, അല്ലെങ്കിൽ അവർ കിട്ടുന്ന സോഴ്സ് വെള്ളം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് ശുചിയായിട്ടുള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതൊക്കെ അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ അവരായിട്ട് ഇതായാലും നമ്മൾ കൊടുക്കുന്ന വെള്ളമാണ് അവർ കുടിക്കുന്നത് അവർക്കായിട്ട്. പക്ഷേ പലപ്പോഴും അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ അവർക്കത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നിയന്ത്രണങ്ങൾ വേണം. കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി ഭക്ഷണവും ജ്യൂസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇത് ഒരു പരിധിവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സാർ, ഇതിന് ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ മഞ്ഞപ്പിത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കണ്ണിൽ വരുന്ന മഞ്ഞ, അത് വരുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തുടക്കത്തിൽ പനിയും അതുപോലെ തന്നെ ബോഡി പെയിനും ക്ഷീണവും ഒക്കെ ആയിട്ട് അങ്ങനെ വൊമിറ്റിങ്, വയറുവേദന, അങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. മഞ്ഞപ്പിത്തത്തിന് മഞ്ഞ നിറം വരുന്നത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പലപ്പോഴും ചില സമയങ്ങളിലെങ്കിലും ഈ മഞ്ഞ വരാതെ വെറും പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് അറിയാതെ മഞ്ഞപ്പിത്തം വന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. മഞ്ഞ വന്നാൽ ശരിയാണ്, നമുക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മഞ്ഞ നിറം വരുന്നതിന് മുമ്പ് പനി വരുമ്പോൾ അമിതമായിട്ട് പനിക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക, അതിൻ്റെ കാരണങ്ങൾ അറിയുന്നില്ലെങ്കിൽ. വേണ്ടാതെ അനാവശ്യം മരുന്നുകൾ സ്വയം കഴിക്കാതിരിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ പനിയൊക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക, അതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ചെയ്യാവുന്നത്. അസുഖം കൂടി വരുമ്പോൾ തീർച്ചയായും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ചിലതിന് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൽ വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിൽ നമ്മൾ INR, PTINR ഒക്കെ കൂടി ബ്ലീഡിങ് വരുന്നത്, അത് ലിവറിൻ്റെ പ്രവർത്തനം മോശമാവുന്നതിൻ്റെ സൂചനയാണ്. ലിവറിൻ്റെ എൻസൈംസ് കൂടും, അതിന് കൂടെ ഈ ലിവറിൻ്റെ പ്രവർത്തനം മോശമാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം ബാധിക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു കാര്യത്തിൻ്റെ ടെസ്റ്റ് അത് എലിവേറ്റഡ് ആവും, INR ഒക്കെ. ആ സമയങ്ങളിൽ നമ്മൾ വൈറ്റമിൻ K പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ കൊടുക്കുക.
അതിനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത്. പിന്നെ കൂടുതലാവുമ്പോൾ പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെയധികം കൂടുമ്പോൾ ലിവർ ഫെയിലറൊക്കെ അടിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം മഞ്ഞപ്പിത്ത എ ടൈപ്പിന്. പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസ് ചെയ്ത് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡോണർ കിട്ടണം, ഒരാൾക്ക് പറ്റുന്ന ഡോണർ ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി രോഗിയെ സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്കൊക്കെ കടക്കാൻ പറ്റൂ. പലപ്പോഴും ആ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് രോഗം മൂർച്ഛിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ രോഗി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അതിന് പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടി, പ്ലാസ്മ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും കൂടെ ഇപ്പം വരുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലെ അവസ്ഥയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അതിൽ തുടക്കത്തിൽ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അധികം മൂർച്ഛിക്കാതെ പറ്റിയേക്കാം. അതിന് റെസ്റ്റും ഹൈഡ്രേഷനും അനാവശ്യ മരുന്നുകൾ ഒഴിവാക്കൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലയിടങ്ങളിലൊക്കെ ഈ അസുഖത്തിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുമ്പോൾ പലരും സംശയം തോന്നി സ്വയം പോയി ബിലിറുബിൻ അളവ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. എല്ലാ കേസുകളിലും ഈ സിറം ബിലിറുബിൻ കൂടുതലായിരിക്കുമോ? ബിലിറൂബിന് കൂടണമെന്ന് സത്യം പറഞ്ഞാൽ ബിലിറൂബിൻ എല്ലാ കേസിലും തുടക്കത്തിൽ കൂടണമെന്നില്ല. അപ്പോൾ തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിവർ എൻസൈംസ് SGPT SGOT എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസാണ് ആദ്യം കൂടുക. അപ്പോൾ പലപ്പോഴും ആ ടെസ്റ്റിൽ നമുക്ക് കൂടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സംശയിക്കാം. അപ്പോഴും സംശയിക്കാനേ പറ്റൂ, കാരണം പല കാര്യങ്ങളിലും ഈ ലിവർ എൻസൈംസ് ഒക്കെ കൂടാം. പക്ഷേ ഒരു സ്ഥലത്തൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പറയാം വെൽക്കം ഡ്രിങ്ക് എന്നായിരിക്കും പലപ്പോഴും വരികയെന്ന്. കാരണം ഈ വെൽക്കം ഡ്രിങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിലൂടെ ഇത് വരാനുള്ള സാധ്യത തണുത്തതായിരിക്കും. പിന്നെ ഐസ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ശുദ്ധം ഇല്ലാത്തതാണെങ്കിൽ അതിലൂടെ വരാം. അപ്പോൾ പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വെൽക്കം ഡ്രിങ്ക് വഴിയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വെൽക്കം ചെയ്യുന്ന ഡ്രിങ്കാണെന്നാണ് പറയാറ്. ഇങ്ങനൊരു സംശയം വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് വന്നു എല്ലാ സ്ഥലത്തും, പലർക്കും ഉണ്ട്, അടുത്ത വീട്ടിലുണ്ട്, അല്ലെങ്കിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ SGPT SGOT എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാൻ തന്നെ പറ്റും. അത് കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന്. പക്ഷേ 100% ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് പറയണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ IgM എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ബിലിറൂബിൻ ലിവറിൻ്റെ ഒരു മാർക്കറാണ്. പക്ഷേ തുടക്കത്തിൽ ബിലിറൂബിൻ കൂടണമെന്ന് കൂടിയാൽ തന്നെ ചിലപ്പോൾ അത് വളരെയധികം കൂടിപ്പോവാം. ചിലപ്പോൾ ബിലിറൂബിൻ വളരെ ബോർഡർ ലൈനായിട്ട് കൂടാം. അത് ഓരോ ഘട്ടത്തിൽ ഓരോ അവസ്ഥക്കനുസരിച്ചിട്ട് വ്യത്യാസം വരാം. പക്ഷേ ലിവർ എൻസൈംസ് കൂടും തുടക്കത്തിൽ. രോഗം പിന്നെയും മോശമായി വരുമ്പോൾ ഈ ലിവർ എൻസൈംസ് ഒന്ന് കുറയുക ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ INR PTINR എന്ന ടെസ്റ്റ് കൂടും. അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിലേക്ക് പോകും. അത് പിന്നീട് കണ്ടീഷൻ മോശമാകുമ്പോൾ, അതായത് ലിവർ എൻസൈംസ് കൂടിയിട്ട് പെട്ടെന്ന് കുറഞ്ഞിട്ട് കണ്ടീഷൻ വേഴ്സൺ ചെയ്യുന്നതും ഒരു അപകടത്തിൻ്റെ സൂചനയാണത്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ലിവർ എൻസൈംസ് കൂടിയിട്ടാണ് കാണുക. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ ബിലിറുബിൻ കൂടിയാലാണ് ജോണ്ടിസ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഒരു പേടി വരുമ്പോൾ എല്ലാവരും സ്വയം പോയി ടെസ്റ്റ് ചെയ്യുന്നതാണ് ബിലിറുബിൻ. അപ്പോൾ അതെല്ലാ കേസിലും അതങ്ങനെ ആയിക്കൊള്ളണം എന്നല്ല, നിർബന്ധമില്ല. ബിലിറുബിൻ കൂടുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മുടെ കണ്ണിലുള്ള മഞ്ഞ നിറമൊക്കെ വരും. അപ്പോൾ വളരെ ചെറിയ ബിലിറുബിൻ്റെ ശരീരത്തിലെ അളവ് ഒരു 2 കൂടിയാലാണ് നമ്മൾ കണ്ണിൽ കാണുന്ന വിധത്തിലുള്ള മഞ്ഞ വരുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് ചെറിയൊരു കളർ, ചിലപ്പോൾ നമുക്ക് 1 മുതൽ 2 വരെ ആണെങ്കിൽ അത് അറിയാൻ പറ്റില്ല കണ്ണിൽ മഞ്ഞ. ആ സമയത്ത് അല്ലാതെ കണ്ണിൽ മഞ്ഞ വന്നിട്ട് പിന്നെ ബിലിറൂബിൻ നോക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മറ്റ് ടെസ്റ്റുകളാണ്. ഇത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി, അടുത്ത വീട്ടിലൊക്കെ ആൾക്കാർക്കുണ്ട്, ആൾക്ക് പനിയുണ്ട്, അതിൻ്റെ കൂടെ ഒരു സംശയം ഛർദിയൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സംശയമാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായില്ല. പല രോഗങ്ങളിലും ഈ SGPT SGOT കൂടാം. ഈയിടെ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് മുണ്ടിവീക്കം അഥവാ മംസ്. സാധാരണയായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഈ അസുഖം ഇപ്പോൾ മുതിർന്നവരെയും ബാധിക്കുന്നു. ഇതേക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? മംസ് ഒരു വൈറൽ ഡിസീസാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസാന്ന് പറഞ്ഞ പോലെ മംസും വൈറൽ ഡിസീസാണ്. പക്ഷെ അത് പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പോലെയല്ല, നമ്മൾ എയറിലൂടെ ഫോമായി ട്രാൻസ്മിഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പകരും. അതായത് നമ്മൾ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പകരും. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും മംസിൻ്റെ ഔട്ട് ബ്രേക്കുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചത് ഈ അഡൾട്ട്സിനും വലിയ ആൾക്കാർക്കും മംസ് വരുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചെറിയ പ്രായത്തിൽ മംസ് വന്ന് പോയത് നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഓൾഡർ ജനറേഷനൊക്കെ മംസ് പലർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അഡൾട്ട്സിന്, യങ് അഡൾട്ട്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും മംസ് വരുന്നതിൻ്റെ റേറ്റ് കുറവായിരുന്നു. ഇത്രയും കാലം വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, ഡിസീസ് വന്നിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് വാക്സിൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് വരുന്നില്ല. വാക്സിൻ എടുത്തവർക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് മംസ് വന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. വാക്സിൻ ഫുൾ ഡോസ് എടുത്തവർക്ക്. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രതിരോധ കുറവുള്ളവർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഏതായാലും മംസ് വാക്സിനേഷൻ അഡിക്വേറ്റ് ഡോസ് എടുത്തിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ അഡിക്വേറ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ അഡൾട്ട്സിനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വാക്സിൻ എടുത്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഒരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ മംസിൻ്റെ വാക്സിൻ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല.
അത് കുറച്ച് കാലം മാത്രം കേരളത്തിൽ നമ്മൾ കൊടുത്തിരുന്നു. കുറേ കൊല്ലം മുമ്പാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 8-10 വർഷമായിട്ടുണ്ടാവും അത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് MR എന്ന് പറയുന്ന വാക്സിനാണ് ഗവൺമെൻറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മംസിന് തീരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. നല്ലൊരു പോപ്പുലേഷൻ മംസ് വൈറസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാതെ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടാത്തയോ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടാത്തയുള്ള അഡൽസിനും ഈ മംസ് വരും. മംസ് അത്ര ലൈറ്റ് ഡിസീസായിട്ട് നമുക്ക് ഇപ്പോൾ കരുതാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ വൈറസുകൾക്കും എന്തോ ചേഞ്ച് വന്നതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം മംസിൽ ഇപ്രാവശ്യം ഒരുപാട് പേർക്ക് ഡെഫ്നെസ് വന്നിട്ടുണ്ട്, പെർമനൻറ്റ് ഡെഫ്നെസ് വന്നിട്ടുണ്ട് പലർക്കും. അതിന് പേഴ്സൻറ്റേജ് കുറവായിരിക്കാം, കാരണം ഒരുപാട് പേർക്ക് മംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മംസ് വന്നിട്ട് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് പോലെ വരുന്നത് ഒരുപാട് വന്നിട്ടുണ്ട്. മംസിൻ്റെ മെനിഞ്ചൈറ്റിസ്, മംസിൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥിനെ ബാധിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. മംസിന് ഓർക്കൈറ്റിസ് ആയിരുന്നു പണ്ട് വളരെ കോമൺ ആയിട്ട് വന്നിരുന്നത്, ടെസ്റ്റിസിനെ ബാധിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ടെസ്റ്റിസ് ബാധിക്കുന്ന നമ്പർ നമ്മൾ കാണുന്നതൊക്കെ കുറവാണ്. എന്നാലും ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞുകൂടാ, വൺസിനെ വൈലത് കാണാറുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ ഇപ്രാവശ്യത്തെ ഇതിൽ കണ്ടിരിക്കുന്നത് ഈ മംസിൻ്റെ മെനിഞ്ചൈറ്റിസ് ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വാക്സിനേഷൻ ചാർട്ടിൽ MMR, മംസ്, മീസിൽസ്, റുബെല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്സിൻ വരുന്നത്. അതിൽ ഈ മംസിൻ്റെ വാക്സിൻ ഇല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. ഗവൺമെൻറ് സപ്ലൈയിലേ അതില്ലാത്തതുള്ളൂ. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മംസിൻ്റെ വാക്സിനേഷൻ എടുക്കാം അല്ലേ? ഉണ്ട്. മംസിൻ്റെ വാക്സിനേഷന് പ്രൈവറ്റ് സെക്ടറിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ ഇല്ല. അതിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ചില ചാർട്ടുകളിലൊക്കെ MMR എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിൽ വെട്ടിയിട്ടുണ്ടാവില്ല. MMR ആയിരിക്കില്ല, MRRന് കൊടുത്തിട്ടുണ്ടാവുക. വെട്ടാതെ MMR കൊടുത്തു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് തോന്നുക. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല രോഗികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റിൽ നമുക്ക് സാധാരണ കൊടുക്കും. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ പണ്ട് 10ാം മാസത്തിൽ കൊടുത്തിരുന്ന മീസിൽസ് വാക്സിൻ്റെ സ്ഥലത്ത് ഇപ്പം MMR വാക്സിനാണ് പ്രൈവറ്റിൽ കൊടുക്കുന്നത്. പിന്നെ 1.25 വയസ്സാകുമ്പോൾ നമ്മളൊരു MMR വാക്സിൻ കൊടുക്കും. അത് മുമ്പ് ഒരു MMR വാക്സിൻ തന്നെയായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇപ്പം 4.5 വയസ്സിലും ഒരു MMR വാക്സിൻ, അങ്ങനെ 3 ഡോസായിട്ട് സത്യത്തിൽ MMR വാക്സിൻ കിട്ടുന്നുണ്ട്. 3 പ്രാവശ്യം മംസ്, മീസിൽസ്, റുബെല്ല ഈ 3 രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ മീസിൽസ് ഇപ്പോൾ ഒരു എല്ലാവർക്കും എങ്ങനെയും കിട്ടുന്നുണ്ട്. മീസിൽസ്, റുബെല്ലയും ഇപ്പോൾ MR വന്നതോടുകൂടി റുബെല്ലയും കിട്ടുന്നുണ്ട്. അതൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല, വളരെ കുറവാണ്. എന്നാലും വാക്സിനേറ്റ് ചെയ്യാത്ത ചില ഫോക്കസ് ഏരിയാസിൽ അത് കാണുന്നുണ്ട്. കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിലും വാക്സിനേഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. കുട്ടികൾ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കുറവെന്ന് വെച്ചാൽ തീരെ അങ്ങനെ കുറവെന്നല്ല, താരതമ്യേന കുറവാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ മീസിൽസും ഇതൊക്കെ ചെറിയ ഔട്ട് ബ്രേക്ക് ആയിട്ട് ഇപ്പോഴും വരാറുണ്ട്. പൊതുവേ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. വളരെ എഫക്റ്റീവ് വാക്സിനാണ് MMR വാക്സിൻ. മംസ് എടുത്തു കഴിഞ്ഞാൽ മംസിന് വരാനുള്ള സാധ്യത വളരെ 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 റെയറാണ്. ഇപ്പോൾ ഇതുവരെ മംസിനൊരു വാക്സിനേഷൻ കിട്ടാത്ത കുട്ടിക്ക് അത് ഏത് പ്രായത്തിൽ എടുക്കാൻ സാധിക്കുമോ? മംസ് ആക്ച്വലി സേഫ് വാക്സിനാണ്, ഏത് പ്രായത്തിലും എടുക്കാം. ഓൾഡർ ആൾക്കാർക്കും എടുക്കാം. MMR ഇപ്പോൾ ഓൾഡർ ഏജിലൊക്കെ കൊടുക്കാറുണ്ട്. പല കോളേജുകളിലും MBBS പഠിക്കാൻ പോകുന്ന കുട്ടികളായാലും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളായാലും അവർക്കൊക്കെ അവിടെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് MMR വാക്സിൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ആ സമയത്തും എടുക്കാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അഡോളസൻസും യങ് അഡൽട്സിലും ഇത് തീർച്ചയായിട്ടും എടുക്കണം എന്നാണ്. എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണം എന്നാണ്. മംസ് അഡൽട്സിന് വരുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ടോ? അഡൽട്സിന് വരുമ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. മംസ് അത്ര സേഫ് അല്ല അഡൽട്സിന് വരുമ്പോഴും. ഈ പറഞ്ഞതുപോലെ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ വരാം. പക്ഷേ അഡൽട്സിൽ വരുന്നതിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ വൈറസ് വന്നിട്ടായിരിക്കാം. നല്ലൊരു ശതമാനത്തിന് എന്തായാലും ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് ആർക്ക് വേണം വരാം. മംസിനുള്ള ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ? ഇല്ല, മംസിൽ ആക്ച്വലി ചികിത്സ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൻറ്റി വൈറൽ മെഡിസിൻ ഒന്നും മംസിനില്ല. മംസിന് സപ്പോർട്ടീവ് കെയറാണ്. മംസ് മുണ്ടി വീക്കം പണ്ട് കാലമായിട്ട് സപ്പോർട്ടീവ് കെയറാണ്. പണ്ട് കാലത്ത് നമ്മളിവിടെ ഈ വീക്കം വന്നു കഴിഞ്ഞാൽ ഈ പരോട്ടിഡ് ഗ്ലാൻഡ്, അതാണ് നമ്മൾ സാധാരണ കാണുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡും സബ്മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡും ഇതൊക്കെയാണ് വീങ്ങിയിട്ട് നമ്മൾ ആ വീക്കമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീക്കം വരുമ്പോൾ പണ്ട് കാലത്തൊന്നെങ്കിൽ ലോക്കലി അപ്ലൈ ചെയ്യുക എന്നൊക്കെയുള്ള ചെയ്യാറുണ്ട്. പഴയ വിശ്വാസം പ്രകാരം എന്തെങ്കിലും പ്ലാച്ചാണം പുരട്ടുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ചിലർ ഇത്തമോൾ ഗ്ലിസറിൻ പുരട്ടുക, അങ്ങനെ കുറേ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐസ് പിടിച്ചു കൊടുത്താൽ അവിടുത്തെ പെയിൻ കുറയും. നല്ല പെയിൻ ആണെങ്കിൽ ഐസ് തുണിയിൽ പൊതിഞ്ഞ് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മെത്തേഡ് ഓഫ് ഇതാണ്. പിന്നെ പാരസെറ്റമോൾ കൊടുക്കാറുണ്ട് ഇതിന്, മംസിന് വേണ്ടിയിട്ട്, വേദനയും അതുപോലെ പനിയും കുറക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതലായിട്ടുള്ള വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ഇതിന് റെസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക. എല്ലാ വൈറസ് ഇൻഫെക്ഷൻ ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ്, ഹൈഡ്രേറ്റ് ചെയ്യുക, കൂടുതൽ ആ സമയത്ത് പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും ഏർലി എടുത്തത് കൊണ്ടാണോ ഇതിന് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് റെസ്റ്റ് തന്നെയാണ് ഇതിലെ മെയിൻ. കാരണം ചില ആൾക്കാർക്ക് ഇതങ്ങനെ വന്നു പോകും. ചില ആൾക്കാർക്ക് ഇതുപോലെ സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവും. അത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ ആവണമെന്നില്ല. മംസിൽ ഇപ്പോൾ നമുക്ക് ആകെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്
വാക്സിനേഷനാണ്. അതിൻ്റെ ഏർലി ഡിറ്റക്ഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് വാക്സിനേഷനാണ്. സ്കൂളുകളിലൊക്കെ മംസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപനം തടയാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് സർ? ഇത് അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ വാക്സിനേഷൻ സ്കൂളിൽ ആക്ച്വലി മംസിൻ്റെ ഔട്ട് ബ്രേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് ഈ വാക്സിനേഷൻ ഒന്ന് എൻഷുർ ചെയ്യണം. സ്കൂളിൽ എല്ലാവരും വാക്സിനേറ്റ് ചെയ്തിട്ടുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം സ്കൂളിൽ ക്യാമ്പുകളൊക്കെ നടത്താം. പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ച്വലി ഒരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്സിനേറ്റ് ചെയ്താലും വലിയ കാര്യമില്ല. കാരണം ഓൾറെഡി വൈറസ് ഉള്ളിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം. ഒരു സ്ഥലത്ത് ഔട്ട് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ളവരൊക്കെ ഒരുപാട് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്കൊക്കെ മംസ് വൈറസ് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ചില വാക്സിനേറ്റ് എടുത്താലും ആ സമയത്ത് വന്നേക്കാം. കാരണം ഓൾറെഡി വൈറസ് ഉള്ളിൽ ആക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അല്ലാത്ത സമയത്ത് ഏരിയയിലൊക്കെ ആൾക്കാർക്കൊക്കെ നമ്മൾ വാക്സിനേറ്റ് ഒരു നല്ലൊരു ശതമാനം പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ എപ്പോഴും അതിന് മുമ്പേ തന്നെ, അതായത് നമ്മൾ ഒരു മംസിൻ്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഏരിയയിൽ എല്ലാവരെയും ഇതിൻ്റെ വാക്സിൻ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മംസ് വന്ന ഒരു രോഗിയിൽ നിന്ന് എത്ര കാലം അല്ലെങ്കിൽ എത്ര ദിവസം വരെ ഇത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്? അതിൻ്റെ ഇൻഫെക്റ്റീവ് പീരീഡിനെ കുറിച്ചൊന്ന് പറയാമോ? അതാണ് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ മംസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കുറച്ച് ലോങ് ആണ്. അതായത് നിങ്ങൾക്ക് മംസ് വൈറസ് ബോഡി കയറിയാൽ ചിലപ്പോൾ 3 വീക്സൊക്കെ വരെ കഴിഞ്ഞിട്ടൊക്കെ ഈ മംസിൻ്റെ മാനിഫെസ്റ്റേഷൻ വരുള്ളൂ. ഇല്ല, വീക്കം വരുന്നതിന് 2-3 ദിവസം മുമ്പ് മുതൽ തന്നെ ഈ സാധനം ഇൻഫെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില കണ്ടീഷനിൽ കുറച്ച് കൂടുതൽ ദിവസം പൊന്തിക്കഴിഞ്ഞാലും കൂടുതൽ ദിവസങ്ങളുള്ളത് ഒരു അറൗണ്ട് 1 വീക്കോളം 5 to 7 ഡേയ്സോളം ഇതിൽ നിന്ന് വൈറസ് പോകും. അപ്പോൾ കുറച്ചധികം ഇങ്ങനെ ഇൻഫെക്റ്റിവിറ്റി പീരീഡ് കുറച്ചുണ്ട് ഈ മംസിന്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐസൊലേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അവരതിൽ ഇടപഴകാതിരിക്കുക എന്നുള്ളതാണ്. ഈ സ്കൂളിൽ വരുന്ന വെച്ചാൽ ഈ സമയത്ത് അറിയുന്നില്ലല്ലോ കുട്ടികളെ തുടങ്ങുമ്പോൾ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചെറിയൊരു പനിയൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകും. അടുത്ത ദിവസമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഇത് വീക്കം. അപ്പോഴേക്കും ആ കുട്ടി കുറേ പേർക്ക് ഈ അസുഖം കൊടുത്തിട്ടുണ്ടാവാം. വന്ന കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു 14 ദിവസം കഴിയാതെ പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത്. ഐഡിയലി യെസ്, അങ്ങനെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 വീക്കെങ്കിലും കഴിയണം. 1 വീക്ക് എന്തായാലും നല്ല ഇൻഫെക്റ്റീവ് പീരീഡാണ്. അതുപോലെ നമ്മൾ ഈ അടുത്ത് ഭീതിയിലാഴ്ത്തിയ മറ്റൊരു വൈറസാണ് HMPV വൈറസ് എന്ന് പറഞ്ഞിട്ട്. അത് കൊറോണ പോലെ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡാവുന്ന ലോകം മുഴുവൻ പരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീതിപ്പെടുത്തിയിരുന്നു. അതും ഈ 1 ഇയറിൽ താഴെയുള്ള കുട്ടികളെയാണത് പിടികൂടുന്നതെന്ന് പറയുന്നു. അതിനെ എത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, അതാണ് ആ വൈറസിൻ്റെ പേര്. ഈ വൈറസ് ആക്ച്വലി ഇവിടെ ഓൾറെഡി ഉള്ള വൈറസാണ്. ഇവിടെ തീരെ പുതിയ വൈറസ് അല്ല. ഈ കോവിഡ് വന്നതുപോലെ അങ്ങനെ ഒരു പുതിയൊരു വൈറസായിട്ടോ അങ്ങനെ വന്നതല്ല അത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു മ്യൂട്ടേഷൻ വന്നിട്ടുള്ള വൈറസായിട്ട് പുതിയ ഇതായിട്ട് വന്നതാണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് ആക്ച്വലി ചൈനയിൽ ഒരു ഔട്ട് ബ്രേക്ക് വന്നു. പക്ഷെ അത് അവിടെ കുറച്ച് പേരുടെ ഒരു ഇതായി. പക്ഷെ അതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് അവരും കരുതിയിരുന്നില്ല. കൂടുതലും അത് മീഡിയ വഴി ഇത് കൂടുതൽ വലിയ പ്രശ്നമാവും എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ഒരു സ്പ്രെഡ് ഇത് ചെയ്തിരുന്നു. അപ്പോൾ ഈ വൈറസിൻ്റെത് പൊതുവേ അത്ര വളരെ ഗൗരവമായിട്ടുള്ള സംഭവം അല്ലെങ്കിലും ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു വയസ്സിനടുപ്പിച്ചുള്ള കുട്ടിക്ക് പലർക്കും നല്ലൊരു വൈറൽ ന്യൂമോണിയ പോലെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റൊക്കെ ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു വൈറോളജി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 10-18 കേസുകൾ, 18ഓളം പീഡിയാട്രിക് കേസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് പണ്ട് കാലത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അസുഖമൊന്നുമല്ല. ഇതൊരു യൂഷ്വൽ വൈറസ് പോലെ വൈറൽ പാനൽ അയക്കുമ്പോൾ നമുക്കതിൽ ഈ വൈറസിനെ ഡിറ്റക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാണുന്നതാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനും ഈ പറഞ്ഞതുപോലെ ഒരു ആൻറ്റി വൈറൽ മെഡിക്കേഷനൊന്നുമില്ല. ഇതിന് സപ്പോർട്ടീവ് കെയറാണ്. ഹോസ്പിറ്റലിൽ സപ്പോർട്ടീവ് കെയറാണ് കൊടുക്കുക. അതായത് അസുഖം കൂടുതൽ ഗൗരവമാകുമ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ട കണ്ടീഷനാണ് ഓക്സിജൻ കൊടുക്കുക. പിന്നെ അതുപോലെ റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത് അത്ര പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പേ നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഒരു വലിയൊരു എപ്പിഡമിക് ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ലോകാരോഗ്യ സംഘടന അതിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്യുന്നതും കുറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഈയിടെയായിട്ട് കണ്ടുവരുന്ന മറ്റ് ഇൻഫെക്ഷ്യസ് അസുഖങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? നമുക്കിപ്പോൾ നമ്മൾ ഒരു പറയാവുന്നത് ഒരു കാലാകാലമായിട്ടുള്ളത് ഫ്ലൂ ആണ്. ഫ്ലൂ എപ്പോഴും പല പ്രാവശ്യം പാൻഡമിക് ഉണ്ടാക്കിയ വൈറസാണ്. ഒരു കാലത്ത് H1 ആദ്യം ഒരു സാധാ ഫ്ലൂ പാൻഡമിക് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് 1918 ഫ്ലൂ പാൻഡമിക് ഉണ്ടായിരുന്നു. അന്ന് കുറേ മരണങ്ങളുണ്ടായിരുന്നു. പിന്നീട് H1N1 ഒരു പാൻഡമിക് ഉണ്ടായി. പിന്നെ വേറെയും ഫ്ലൂവിന് കുറേ പാൻഡമിക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫ്ലൂ ഉണ്ട്. നമുക്ക് H1N1 ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻഫ്ലുവൻസ A, B, അതിൽ പല ടൈപ്പുകളുണ്ട്. അതൊക്കെ ഒരുപാട് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പോലെ അത്ര ഗൗരവമായിട്ടൊന്നും വരുന്നില്ല. നമുക്കൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ആൾ ഇമ്പ്രൂവ് ചെയ്യുന്നു, പോകുന്നു. പിന്നെ ചിലപ്പോൾ ഈ കോഫൊക്കെ കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ്. പഴയതുപോലെയല്ല, ഫ്ലൂവിന് നല്ലൊരു എഫക്റ്റീവ് മെഡിസിനുണ്ട്, ആൻറ്റി വൈറൽ മെഡിക്കേഷനുണ്ട്. അതുകൊണ്ട് പൊതുവേ ഒരു പക്ഷേ അതിനുള്ള ഡെത്തും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു
ഇപ്പോൾ അടുത്തിടെ വന്നത് ഔട്ട് ബ്രേക്ക് എന്ന് പറയാവുന്നത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ്. മൈക്കോപ്ലാസ്മ ഒരു എട്ടിപ്പിക്കൽ ന്യൂമോണിയ, സാധാരണ ന്യൂമോണിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ന്യൂമോണിയ മാത്രമല്ല അണുക്കൾ എട്ടിപ്പിക്കലാണ്. അതാണ് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന അണുക്കളും എട്ടിപ്പിക്കലാണ്. ഈ അണുക്കളുടെ പ്രത്യേകത വെച്ചാൽ അത് ബാക്ടീരിയേൻ്റെയും വൈറസിൻ്റെ ഇടയിലുള്ള ഒരു അണുക്കളാണെന്ന് പറയുന്ന സംഭവമാണ്. പൂർണ്ണമായൊരു ബാക്ടീരിയ പോലെയുള്ള ഒരു സാധനമല്ല ഇത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളാണ്. അപ്പോൾ മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ മൈക്കോപ്ലാസ്മയെ പേടിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഈ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പണ്ട് നമ്മൾ സാധാരണ എറിത്രോമൈസിൻ, അസിത്രോമൈസിൻ എന്നൊക്കെ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകളാണ് ഇതിന് കൊടുത്തിരുന്നത് ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇപ്പോഴും പല സ്റ്റഡീസിലും കാണിക്കുന്നതിന് റെസിസ്റ്റൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ മരുന്നുകളിലേക്ക് കൊടുക്കേണ്ടി വരും. ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനോട് ചിലപ്പോൾ പ്രതികരിക്കില്ല, ഹോസ്പിറ്റൽ സ്റ്റേ കൂടും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രക്തകോശങ്ങൾക്ക് ഓട്ടോഇമ്യൂൺ ഹീമോളിറ്റിക് അനീമിയ, രക്തകോശങ്ങൾ പൊട്ടുന്ന ഒരു കോംപ്ലിക്കേഷനുണ്ട്. ചില കുട്ടികൾക്ക്, നമുക്കിപ്പോൾ 2-3 കുട്ടികൾക്ക് വന്നിരിക്കുന്നത് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് കുറച്ച് ഇതിങ്ങനെ ബാധിക്കുന്നത്, ചിലപ്പോൾ ഹാർട്ടിൽ ലങ്സിൽ നീർക്കെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഈ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവേ ഒരു ഭയങ്കരമായിട്ടുള്ള മോർട്ടാലിറ്റിയോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർക്ക് ബാധിച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നം കാണാറില്ല മൈക്കോപ്ലാസ്മയിൽ. മൈക്കോപ്ലാസ്മ ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണ്. പുതിയ മറ്റേതിന് റെസിസ്റ്റൻ്റ് ആണെങ്കിലും ഇപ്പോഴും അതിന് പറ്റുന്ന ആൻറ്റി മൈക്രോബിയൽ മെഡിസിൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടും പൊതുവേ നല്ലതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും പ്രോബ്ലം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ ഈ എല്ലാവർക്കും ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടെസ്റ്റും വളരെ ഒരു ഡിഫിക്കൽട്ടാണ്. ഒരു PCR ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. പക്ഷേ ആ ടെസ്റ്റ് എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂമോണിയ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അണുക്കൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ പലപ്പോഴും ഇതിന് നമ്മൾ എംപിരിക്കലായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ന്യൂമോണിയ വരുമ്പോൾ നമുക്ക് ആദ്യ ഘട്ടത്തിൽ ന്യൂമോണിയക്കുള്ള ഗവൺമെൻറ് പ്രോഗ്രാമിലൊക്കെയുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് പല ആൻറ്റിബയോട്ടിക്കുകളും ഈ മൈക്കോപ്ലാസ്മൊക്കെ ആക്ട് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു മൈക്കോപ്ലാസ്മ കൂടി പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുന്ന വിധത്തിലും റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം എന്നുള്ളത് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നതിലും ആയിരിക്കണം തുടങ്ങുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്. ന്യൂമോണിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ തീരുമാനം എടുക്കുന്നതും പറഞ്ഞതുപോലെ അത് ക്ലിനിക്കലി ശരിക്കും ആൻറ്റിബയോട്ടിക്കിന് ഇൻഡിക്കേഷൻ ഉണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റൂ. അതായത് ആൻറ്റിബയോട്ടിക് മിസ്യൂസും സംഭവിക്കാൻ പാടില്ല. ഒരു ഇൻഫെക്ഷൻ സസ്പെക്റ്റ് ചെയ്യുന്നു, ആൾ സ്റ്റേബിളാണ്, ആൻറ്റിബയോട്ടിക് ഇല്ലാതെ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റ്ലി കൗണ്ടർ പോയിട്ട് വാങ്ങിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കാനും പാടില്ല. അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പകർച്ചവ്യാധികളെ തടയാനും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും മറ്റും എടുക്കേണ്ട മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടി പറയാമോ ഡോക്ടർ? വൈറസുകളും ബാക്ടീരിയ ഒക്കെ ഇൻഫെക്ഷൻ വരുന്നതിൽ ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ ചോയ്സ് പറയാം, വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ അതൊക്കെ നമുക്ക് വാക്സിനേഷൻ കൊണ്ട് തന്നെ തടയാൻ പറ്റും. അപ്പോൾ വാക്സിനേഷൻ ഗവൺമെൻറ് പറയുന്നതും ഇനി അല്ലാത്തതുണ്ടെങ്കിൽ അതും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് സജസ്റ്റ് ചെയ്യുന്ന വാക്സിൻസും ഇതൊക്കെ കൃത്യസമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ മേജർ ഇൻഫെക്ഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലെ വാക്സിനേഷൻ ഇല്ലാത്ത ചില അസുഖങ്ങൾ, ചിലപ്പോൾ മൈക്കോപ്ലാസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ വരുന്ന ഈ വൈറസുകൾ, ഇതിനൊന്നും വാക്സിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രൗഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അധികം ക്രൗഡുള്ള സ്ഥലത്ത് വൈറസുകളൊക്കെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും. ക്രൗഡുള്ള സ്ഥലങ്ങളിൽ പേരൻസിനോട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസൊക്കെ എടുക്കുക. നമുക്കപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ തന്നെ അതിൽ നല്ല മേജറായിട്ടുള്ള പല അസുഖങ്ങളും അതിൽ തടയാൻ പറ്റും. എന്നാലും ചില വൈറസുകളും ഒക്കെ പുതിയതായി വരുന്ന വൈറസുകൾ എയറിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളൊക്കെ ക്രൗഡിലൊക്കെ പകരും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗമുള്ള ആൾക്കാർ പരമാവധി ആൾക്കൂട്ടത്തിൽ പോകാതിരിക്കുക, അസുഖമൊക്കെ ഉള്ള ആൾക്കാർ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക, ഐസൊലേറ്റ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളെ ഭാഗത്ത് ചെയ്യാവുന്ന ഒരു മെയിൻ ഇത്. പിന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കുള്ള സ്റ്റെപ്പ് പരമാവധി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, ശുചിയായിട്ട് കഴിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. പുറത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വളരെ റിലയബിൾ ആണോ നോക്കുക. ഈ ഭക്ഷണം ഇതിൽ ഇപ്പം ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ അവർ ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. ഞാൻ ഉള്ളത് തുറന്ന് പറയുകയാണ്. ഞാൻ ആരെയും ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ വിൽക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയല്ല, നമുക്കറിയില്ല. പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചില സ്ഥലത്തൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, പ്രൈവറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അത് ശുചിത്വം നോക്കാതെ അത് സപ്ലൈ ചെയ്തതിന് ശേഷം അതിലൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരൻ നിലയിൽ നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ തോട്ട് ഉണ്ടാവണം.
അതായത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ശുചി ആണോ, അത് അസുഖമുണ്ടാവാൻ സാധ്യതയുള്ളതാണോ, ഈ സമയത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് പാരൻസിൻ്റെ നിലക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വ്യക്തി ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന നമ്മൾ സാമൂഹിക ശുചിത്വത്തിനും പ്രാധാന്യം നൽകുക, കുട്ടികളിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം എടുക്കുക, അസുഖം വരുമ്പോൾ ഒരു അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. ഡോക്ടർ പറഞ്ഞു തന്ന വിലയേറിയ അറിവുകൾക്കും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പകർച്ചവ്യാധികളെ ഫലപ്രദമായി എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ ഇ.കെയുമായി ഡോക്ടർ സൂര്യ വി.എസ്. നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി